ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലല്ല, പാലക്കാടാണ്. ഒരു കല്യാണം വന്നാട്ടോ, കുഞ്ഞുമാടെ മോൻ്റെ വീട്ടിലാണുള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയൊരു ഔട്ടിങ് പോകാൻ നിൽക്കുകയാണ്. ലുലുവിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കുറേ ആയി, ഇതായിട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ 2-3 സ്ഥലത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയി ലുലു എത്തുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ മാത്രമല്ല മോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മൊത്തത്തിലുള്ള ലുലുവിനെ പറ്റിയിട്ട് അറിയാമല്ലോ, നല്ല വിലയാണ്, പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടെന്ന് പറയാം. എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവായിരുന്നു. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ രാത്രിയായ കാരണം. നമ്മൾ ഒരു 7:30-7:45 ആകുമ്പോഴത്തേനും ലുലുവിടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ആയ കാരണം തോന്നുന്നുണ്ട് ലുലുവിൽ നല്ല തിരക്കായിരുന്നു. നല്ല പാർക്കിങ്ങിലൊക്കെ നല്ല തിരക്കുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ നേരെ പാർക്കിങ്ങിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ സൈഡിൽ കൂടെയാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ ഒരു തലക്കലാണ് പാർക്കിംഗ് സെക്ഷൻ, ബാക്കി കംപ്ലീറ്റ് ഫുള്ളാന്ന് പറഞ്ഞപ്പോൾ ഒരു തലയിലേക്ക് കൊണ്ടുപോയി കാറ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാ അറിയില്ല, ഡിച്ചിൻ്റെ എന്തോ കൊണ്ട് ഒരു ലീക്കേജ് ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല സ്മെല്ലായിരുന്നു. ഈ ബാത്റൂം സെക്ഷനിലത്തൊക്കെ ആയിട്ടുള്ള വേസ്റ്റിൻ്റെ സ്മെല്ല് പോലെ തോന്നിയത്. അപ്പം അങ്ങനെ ഇതാ പിള്ളേരൊക്കെ കൂടിയിട്ട് പുറത്തിറങ്ങി. ഇവർ മുന്നേ പോയിട്ടുള്ളതാണ്, ഞാനാണ് ഇപ്പോൾ ആദ്യമായിട്ട് പോണത്. അങ്ങനെ ഇതപ്പോൾ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഐഫമോള് പറയുന്നുണ്ടായിരുന്നു സ്മെല്ലുണ്ട്. അങ്ങനെ എസ്കലേറ്ററിൽ പൊതുവേ പേടിയാണ് കയറാൻ. അപ്പോൾ അങ്ങനെ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലോകം. എന്തോ ഒരു ഇതെങ്ങോട്ടാണ് പോകേണ്ടതെന്നും കൂടി അറിയില്ല. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് ഓരോന്നിങ്ങനെ കണ്ടുവിട്ടാ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയായ കാരണം തന്നെ. ബാക്ക് സെക്ഷൻ, അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ സെക്ഷന് ഒക്കെയായിരുന്നു ഫസ്റ്റ് പോയത്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോൾ കൂടുതലും തിരക്കേണ്ടത് അവിടെയാണ് കേട്ടോ, കാരണം കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാതും ഒരു തല മുതൽ ഒരു തല വരെ ഇങ്ങനെ നടന്ന് കണ്ട്. പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല, നല്ല വിലയാണ് എല്ലാത്തിനും. ഇവിടെ മാത്രം കുറച്ച് വില കുറവുള്ളൂ, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആ ഒരു ഏരിയയിൽ. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് പോയത് പിന്നെ ഫിഷിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ ഞാൻ കാണാത്ത ഒരുപാട് മീനുകളിനെ കണ്ടു. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള വെവ്വേറെ റേറ്റാണ്. പിന്നെ കുറേ എന്താ പറയുക, സ്രാവ്, കാളാഞ്ചി പറഞ്ഞ പോലെ എല്ലാത്തിനെയും കണ്ട്. പിന്നെ അതുപോലെ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് ഒട്ടകറച്ചി വരെ കണ്ടു അവിടെ, സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ കേക്ക്, ഡെസേർട്ട്, അതേപോലെ ഡോണട്ട്സ് പറയണ പോലെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡോണട്ട്സിനൊക്കെ 99 രൂപയുള്ളൂ, പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിയില്ല. അതേപോലെ ഫ്രൂട്ട്സിന് വില കുറവുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സുകൾ, തേങ്ങക്കൊക്കെ 21 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ചുറ്റി നടന്ന് ഇങ്ങനെ കണ്ട്. നല്ല ഫ്രഷ് ആട്ടോ എല്ലാതും. ഒടുവിൽ ഞങ്ങൾ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇവിടെ നിന്ന് ആകെ വാങ്ങിയ സാധനം ഒരു പാക്കറ്റ് സ്നിക്കേഴ്സാണ്. ഒരു പാക്കറ്റ് സ്നിക്കേഴ്സ്, ഒരു 3 കിൻഡർ ജോയ് മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കി എല്ലാത്തിനും മുടിഞ്ഞ റേറ്റാണ്.
ഞാൻ എന്നിട്ട് പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരു ക്രാബിന് വില കേട്ട് ഞാൻ ഞെട്ടി. ഒരു സാധാ ഒരു സിമ്പിൾ ക്രാബിന് 119 രൂപ. ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് വന്നു ഗൈസ്. അപ്പം അങ്ങനെ അടുത്തത് പോയത് ഇലക്ട്രോണിക്കിൻ്റെ സെക്ഷനിലേക്കാണ്. കുറേ ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ ഡ്രസ്സും ഉണ്ടായിരുന്നു ഇപ്പുറത്ത് 2 സെക്ഷനായിട്ട്. കുറേ സാധനങ്ങളുണ്ട്. നടന്ന് കാണുകയാണെങ്കിൽ ഒന്നും തീരില്ല. അപ്പോൾ ഞങ്ങൾ വേഗം, പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാനും പറ്റില്ലല്ലോ, പിള്ളേർ ഓരോന്ന് വേണം പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം പിന്നെ വല്ലാണ്ട് അവിടെ നിന്ന് തിരിയാൻ നിന്നില്ല. വേഗം എല്ലായിടത്തും ഒന്ന് റൗണ്ട് അടിച്ച്. ടി വി ഒക്കെ ഇത്രയും വലിയ ടി വി ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടി സ്നിക്കേഴ്സ് പർച്ചേസും കഴിഞ്ഞിട്ട് നേരെ എസ്കലേറ്ററിൽ പോയില്ല കേട്ടാ. പിള്ളേർക്കൊക്കെ പേടിയപ്പോൾ ലിഫ്റ്റിൽ തന്നെ പോയി. അങ്ങനെ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ തിരിച്ച് പോകുമ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിൻ്റെ ഉള്ളിൽ 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നേരെ ലുലു ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ പോണ പോക്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബായ്.